So today let us learn fertilization. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് എന്നാണ് ഇന്ന് നമുക്ക് പഠിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസുകളെ കുറിച്ച് പഠിച്ചു. പല പ്ലാന്റ്സിനകത്തും ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്ന് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ എന്താണ് ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് പോളിനേഷൻ. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേറ്റിംഗ് ഏജൻസ് ഉണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ ദി ഏജൻസ് ഡിഫറെൻറ്റ് ടേംസ് വി ഹാവ് ലേൺഡ് ദി ഡിഫറെൻറ്റ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ. അപ്പോൾ പോളിനേറ്റിംഗ് ഏജൻസിനെ അടിസ്ഥാനമാക്കി അനിമോഫിലസ് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോഫിലസ് പ്ലാന്റ്സ് ഉണ്ട്, എൻഡമോഫിലസ് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓർണിത്തോഫിലസ് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൈറോപ്റ്റീറോഫിലസ് പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ തരത്തിലുള്ള പോളിനേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളിനേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ആ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ പോളിനേഷൻ നടന്നു കഴിഞ്ഞു, ഇവിടെ പോളൻ ഗ്രെയിൻസ് വന്ന് വീണിരിക്കുകയാണ്. എവിടെയാണ്? സ്റ്റിഗ്മാറ്റിക് സർഫസിൽ. അപ്പോൾ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഭാഗത്ത്, സ്റ്റിഗ്മ എന്ന് പറയുന്ന ഫീമെയിൽ ഓർഗന്റെ ടിപ്പ് ഭാഗത്തായിട്ട് പോളൻ ഗ്രെയിൻസ് വന്ന് വീണിരിക്കുകയാണ്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് വന്ന് വീണ് കഴിഞ്ഞാൽ, വന്ന് പതിച്ചു കഴിഞ്ഞാൽ, പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ there is an interaction between this pollen grain and the stigmatic surface. ഈ സ്റ്റിഗ്മാറ്റിക് സർഫസും അതുപോലെ തന്നെ പോളൻ ഗ്രെയിനും തമ്മിൽ ഒരു കെമിക്കൽ ഇന്ററാക്ഷൻ അവിടെ നടക്കും. അങ്ങനെ കെമിക്കൽ ഇന്ററാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ പോളൻ ഗ്രെയിൻ അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ അതല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള കാര്യം തീരുമാനിക്കും. അപ്പോൾ പോളൻ ഗ്രെയിൻസിനെ അക്സെപ്റ്റ് ചെയ്യണമോ അതല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ നടക്കുന്ന ഇന്ററാക്ഷന്റെ ഫലമായിട്ടാണ്. ആ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ മെറ്റീരിയൽസ് തമ്മിലുള്ള അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. അങ്ങനെയുള്ള ആ ഇന്ററാക്ഷന്റെ ഫലമായിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെയിം പ്ലാന്റ് സെയിം സ്പീഷീസ് ആണെങ്കിൽ ആ പോളൻ ഗ്രെയിൻ അക്സെപ്റ്റ് ചെയ്യപ്പെടും. അതേസമയം വേറെ ഏതെങ്കിലും സ്പീഷീസിലുള്ള മറ്റേതെങ്കിലും ജീനസിലുള്ള ഒരു പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻ ആണ് ഇവിടെ പതിക്കുന്നതെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇവിടെ ആ സെയിം സ്പീഷീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോളൻ ഗ്രെയിന്റെ ജെർമിനേഷൻ ആണ്. അപ്പൊ പോളൻ ഗ്രെയിന്റെ ജെർമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ ഇങ്ങനെ നടക്കും. പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യും. അപ്പോ ഫീമെയിൽ റീപ്രൊഡക്ടറി ഓർഗൻ നമുക്കറിയാം, അതിനകത്ത് ഓവ്യൂൾ ഉണ്ടായിരിക്കും. ഓവ്യൂൾ എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഓവ്യൂൾ എന്ന് പറയുന്ന ഭാഗം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഓവ്യൂളിന്റെ ഉള്ളിലായിട്ട് ഇവിടെ നിന്ന് ഓവറിക്കുള്ളിലായിട്ട് ഓവ്യൂൾസ് കാണപ്പെടുന്നു. അപ്പോൾ അവിടേക്കാണ് ഈ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു പോളൻ ട്യൂബ് ഇങ്ങനെ വളർന്ന് വരുന്നത്. അപ്പൊ നമുക്കറിയാം പോളൻ ഗ്രെയിനിന്റെ ഉള്ളിലായിട്ട് പ്രധാനമായിട്ടും 2 ന്യൂക്ലിയസുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ന്യൂക്ലിയസുകൾ ആണ് പ്രധാനമായിട്ടും അവിടെ ഉള്ളത്. അങ്ങനെ ആ 2 ന്യൂക്ലിയസുകൾ എന്ന് പറയുന്നത് ഒന്ന് വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ്, രണ്ടാമത്തത് ജനറേറ്റീവ് ന്യൂക്ലിയസ്. അങ്ങനെ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ന്യൂക്ലിയസും അതുപോലെ തന്നെ ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ന്യൂക്ലിയസും, അങ്ങനെ 2 ന്യൂക്ലിയസുകൾ അതിനകത്ത് ഉണ്ടായി. അപ്പൊ അതിനകത്ത് ഈ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലാർജർ ഇൻ സൈസ് ആണ് എന്നും, ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് താരതമ്യേന ചെറിയ ന്യൂക്ലിയസ് ആണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ജനറേറ്റീവ് ന്യൂക്ലിയസ് 2ആയിട്ട് മൈറ്റോസിസിന്റെ ഫലമായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമേറ്റ്സ് ഉണ്ടാകുന്നു. ഇതിനകത്ത് 2 മെയിൽ ഗമേറ്റ്സ് ഉണ്ടാകുന്നു.
ജനറേറ്റീവ് വെജിറ്റേറ്റീവ് ന്യൂക്ലിയസും ഉണ്ടാകും, ജനറേറ്റീവ് ന്യൂക്ലിയസും ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചു. അതിനകത്ത് ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ട് 2 ജനറേറ്റീവ് ന്യൂക്ലിയസ് ആയിട്ട് മാറും. ചില സന്ദർഭങ്ങളിൽ പോളൻ ഗ്രെയിനിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കാം. അങ്ങനെ നടക്കുന്നതിന്റെ ഫലമായിട്ട് 2 മെയിൻ ഗമീറ്റ്സ് ഇതിനകത്ത് ഉണ്ടാകാം. അതല്ലെങ്കിൽ ഡ്യൂറിംഗ് ദി ഫോർമേഷൻ ഓഫ് ദി പോളൻ ട്യൂബ്, ആ പോളൻ ട്യൂബ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ഇത് പോളൻ ട്യൂബാണ്, പോളൻ ട്യൂബ്. ആ പോളൻ ട്യൂബിന്റെ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്തും അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യാം. അങ്ങനെ മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫീമെയിൽ ഗമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയും എഗ് അപ്പാരറ്റസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആന്റിപോഡൽസ് എന്ന് പറയുന്ന 3 സെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സെൻട്രലി പ്ലേസ്ഡ് ഒരു പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്ന 2 ന്യൂക്ലിയസുകൾ ചേർന്നുണ്ടായിട്ടുള്ള ഒരു പോളാർ ന്യൂക്ലിയൈ ചേർന്നിട്ടുള്ള ഒരു സെല്ലും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതിനകത്ത് 7 സെൽ മെച്ചുർ ആയിട്ടുള്ള ഒരു എംബ്രിയോ സാക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മെച്ചുർ ആയിട്ടുള്ള എംബ്രിയോ സാക്കിന്റെ ഉള്ളിൽ 7 സെൽഡ് കണ്ടീഷനാണ്, 7 സെൽഡ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ 3 ന്യൂക്ലിയസുകൾ 3 സെല്ലുകളായിട്ട് മാറുന്നു. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് എൻഡില് 3 ന്യൂക്ലിയസുകൾ 3 സെല്ലുകളായിട്ട് മാറുന്നു. അതുപോലെ തന്നെ there is a centrally placed cell is developed. അപ്പൊ ഇനിഷ്യലി 8 ന്യൂക്ലിയേറ്റഡ് ആണെങ്കിലും ഫൈനലായിട്ട് അല്ലെങ്കിൽ മെച്ചുർ ആയി കഴിയുമ്പോൾ അവൻ 7 സെൽഡ് കണ്ടീഷൻ ആയിട്ട് തീരുന്നു, 7 സെൽഡ് കണ്ടീഷൻ ആയിട്ട് തീരുന്നു. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ ഇവിടെ ഈ പോളൻ ജെർമിനേഷൻ സംഭവിക്കുന്നു. പോളൻ ജെർമിനേഷന്റെ ഫലമായിട്ട് പോളൻ ട്യൂബ് ഇങ്ങനെ വളർന്നു വന്നിട്ട് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഓവ്യൂളിന്റെ ഓപ്പണിങ്ങിനെയാണ് മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്, മൈക്രോപൈൽ. അപ്പൊ മൈക്രോപൈൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്ന ഓപ്പണിംഗില്, മൈക്രോപൈൽ എന്ന് പറയുന്ന ആ ഓപ്പണിംഗിലൂടെ എന്ത് പ്രവേശിക്കുന്നു? ഈ പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. എംബ്രിയോ സാക്ക്, ദിസ് ഈസ് എംബ്രിയോ സാക്ക്. അപ്പൊ എംബ്രിയോ സാക്കിന്റെ ഉള്ളിലേക്ക് ഇത് പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ടായിരിക്കും, ഫിലിഫോം അപ്പാരറ്റസ്. അപ്പോ ഈ ഭാഗത്തായിട്ട്, അതായത് മൈക്രോപൈലാർ എൻഡിലായിട്ട് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കും. ആ ഫിലിഫോം അപ്പാരറ്റസിലൂടെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പോളൻ ട്യൂബ് വൺ ഓഫ് ദി സൈനർജിഡ്സ്, ഈ 2 വശങ്ങളിൽ കാണപ്പെടുന്ന 2 സെല്ലുകളാണ് സൈനർജിഡ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 സൈനർജിഡ്സിൽ ഒരു സൈനർജിഡ് സെല്ലിലേക്ക് ഈ പോളൻ ട്യൂബ് പ്രവേശിക്കുന്നു. അങ്ങനെ പോളൻ ട്യൂബ് പ്രവേശിച്ചതിന് ശേഷം അതിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഈ 2 മെയിൽ ഗമീറ്റ്സിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ പോളൻ ജെർമിനേഷൻ സംഭവിച്ചു. അങ്ങനെ പോളൻ ജെർമിനേഷൻ സംഭവിച്ചതിന്റെ ഫലമായിട്ട് പോളൻ ട്യൂബ് ഉണ്ടായി. അങ്ങനെ പോളൻ ട്യൂബ് ഉണ്ടായിട്ട് ആ പോളൻ ട്യൂബ് സ്റ്റിഗ്മയിലൂടെ, സ്റ്റൈലിലൂടെ പിന്നെ ഓവറിക്കുള്ളിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഓവറിക്കുള്ളിൽ എത്തിച്ചേർന്നതിന് ശേഷം ഇവിടെ മൈക്രോപൈൽ എന്ന് പറയുന്ന ഓപ്പണിംഗിലൂടെ ഓവ്യൂളിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ഓവ്യൂളിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ട്, ഫിലിഫോം അപ്പാരറ്റസ്. അപ്പോൾ ഈ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് അത് പ്രവേശിക്കുന്നു. അങ്ങനെ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്ന് അത് വൺ ഓഫ് ദി സൈനർജിഡ്സ്, 2 സൈനർജിഡുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഒരു സൈനർജിഡിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രോട്ടോപ്ലാസത്തിലേക്ക് ഈ 2 ന്യൂക്ലിയസുകൾ അല്ലെങ്കിൽ 2 മെയിൽ ഗമേറ്റുകളെ റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു മെയിൽ ഗമേറ്റ് ഈ എഗ് സെല്ലിലേക്ക് പ്രവേശിക്കും. രണ്ടാമത്തെ മെയിൽ ഗമേറ്റ് അവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് ഈ സെൻട്രൽ സെല്ലിലേക്ക് പ്രവേശിക്കും. അങ്ങനെ പോളാർ ന്യൂക്ലിയൈ ചേർന്നുണ്ടായിട്ടുള്ള ആ സെൻട്രൽ സെല്ലിലേക്ക് പ്രവേശിക്കും. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ 2 മെയിൽ ഗമീറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു.
ആ രണ്ട് മെയിൽ ഗമേറ്റ്സിന്റെ പ്ലോയിഡി എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെയിൽ ഗമേറ്റ്സിന്റെ പ്ലോയിഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം മിയോസിസിന്റെ ഫലമായിട്ടാണ് ഈ പോളൻ ഗ്രെയിൻസും അതിനകത്തുണ്ടാകുന്ന ന്യൂക്ലിയസും ഒക്കെ ഉണ്ടായിട്ടുള്ളത് മിയോസിസിന്റെ ഫലമായിട്ടാണ്. അങ്ങനെ മിയോസിസിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പോളൻ ഗ്രെയിൻ ആയതുകൊണ്ട് അതിനുള്ളിൽ കാണപ്പെടുന്ന ന്യൂക്ലിയസുകൾ ഹാപ്ലോയിഡ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് മെയിൽ ഗമേറ്റ്സും ഹാപ്ലോയിഡ് ആണ്. അങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള രണ്ട് മെയിൽ ഗമേറ്റ്സ് ഇവിടെ ഉണ്ട്. ആ രണ്ട് മെയിൽ ഗമേറ്റ്സിൽ ഒരു മെയിൽ ഗമേറ്റ് എന്തുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു? എഗ്ഗിന്റെ ആ ഒരു ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ എഗ്ഗിന്റെ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട്. അങ്ങനെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഇവിടെ ഉണ്ടായി. ആ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു മെയിൽ ഗമേറ്റ് ഉണ്ട്. രണ്ട് മെയിൽ ഗമേറ്റ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം സൈഗോട്ട് ഫോം ചെയ്യുന്നതിന് കാരണമായി. ഇനി രണ്ടാമത്തെ മെയിൽ ഗമേറ്റ് ഈ സെൻട്രൽ സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. സെൻട്രൽ സെല്ല് എന്ന് പറഞ്ഞാൽ ആ സെല്ല് പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്ന രണ്ട് ന്യൂക്ലിയസുകൾ ചേർന്നുണ്ടായിട്ടുള്ള സെല്ലാണ്. അപ്പൊ ആ സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് കൂടി ചേരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഗമേറ്റും കൂടെ ചേർന്നിട്ട് അങ്ങനെ മൂന്ന് ന്യൂക്ലിയസുകൾ കൂടി ചേർന്നുണ്ടായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാകുകയാണ്. മൂന്ന് ന്യൂക്ലിയസുകൾ കൂടി ചേർന്ന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്ന് ന്യൂക്ലിയസുകൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് അവിടുത്തെ പ്ലോയിഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രിപ്ലോയിഡ് ആയിരിക്കും. ട്രിപ്ലോയിഡ്. അങ്ങനെ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഇവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഇവിടെ ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇനി പഠിക്കേണ്ടുന്നത് എന്താണ് ഈ ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. മൈക്രോപൈലാർ എൻഡില് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ആ ഫിലിഫോം അപ്പാരറ്റസിലൂടെയാണ് പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്നത് എന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ശരിക്കും എന്താണ് ഈ ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനെയാണ്? ഈ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എവിടേക്കാണ് അതിനകത്ത് കാണപ്പെടുന്ന മെയിൽ ഗമേറ്റ്സിനെ അത് റിലീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നു. അതിനുശേഷം ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ നടന്നു കഴിഞ്ഞു. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് മെയിൽ ഗമേറ്റ്സ് ഉണ്ടായി. ആ രണ്ട് മെയിൽ ഗമേറ്റ്സില് ഒരു മെയിൽ ഗമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടായി? സൈഗോട്ട് ഫോം ചെയ്തു. എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് അവിടെ ഫോം ചെയ്തു. അങ്ങനെ ആ സൈഗോട്ട് ഫോം ചെയ്യുന്ന ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്ന ആ പ്രക്രിയയെ നമ്മൾ സിംഗമി എന്ന് വിളിക്കുന്നു. സിംഗമി. ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്ന ആ പ്രക്രിയയെ നമ്മൾ എന്ത് വിളിക്കുന്നു? സിംഗമി എന്ന് വിളിക്കുന്നു. സോ ദാറ്റ് ഈസ് സിംഗമി. ഇനി രണ്ടാമത് ഒരു മെയിൽ ഗമേറ്റ് എന്ത് ചെയ്യുന്നു? അത് ആ സെൻട്രൽ സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. എന്നുവെച്ചാൽ പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുമ്പോൾ രണ്ട് ന്യൂക്ലിയസുകൾ ആൾറെഡി അവിടെ ഉണ്ട്. ആ രണ്ട് ന്യൂക്ലിയസുകൾ അവിടെ ഉണ്ട്. അതുമായിട്ട് മൂന്നാമത്തെ ഒരു മെയിൽ ഗമേറ്റ് ഫ്യൂസ് ചെയ്തു. അങ്ങനെ അതിന്റെ ഫലമായിട്ട് ഒരു ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് അവിടെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായ ആ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസിനെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് വിളിക്കും. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അവിടെ ഉണ്ടായി. അപ്പോൾ സെക്കൻഡ് മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് the polar nuclei to form a triploid nucleus which is called the primary endosperm nucleus. അപ്പോൾ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായി. ആ പ്രോസസ്സിനെയാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ ആണ്
ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റൊരു ടേം നമ്മൾ പഠിക്കുന്നു, എന്താണ് ട്രിപ്പിൾ ഫ്യൂഷൻ. ട്രിപ്പിൾ ഫ്യൂഷൻ നേരത്തെ നമ്മൾ പഠിച്ച ഒരു ടേമാണ് സിംഗമി, രണ്ടാമത്തത് ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ സിംഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സിംഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ out of the two main gametes present inside the pollen tubeന്റെ ഉള്ളിൽ കാണപ്പെടുന്ന രണ്ട് മെയിൻ ഗമേറ്റ്സിൽ one of the main gametes fuses with the egg to form a diploid zygote. ആ രണ്ട് മെയിൻ ഗമേറ്റ്സിൽ ഒരു മെയിൻ ഗമേറ്റ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. എന്തുമായി ചേർന്ന്? എഗ് സെല്ലുമായിട്ട് ചേർന്ന്, അതായത് എഗിന്റെ ന്യൂക്ലിയസുമായിട്ട് ചേർന്ന് അവിടെ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു എന്തുണ്ടാകുന്നു? ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ഫോം ചെയ്യും. സോ ഡിപ്ലോയിഡ് സൈഗോട്ട്. അപ്പൊ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ആ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയാ സിംഗമി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് മെയിൻ ഗമേറ്റ് എന്ത് ചെയ്യുന്നു? ഫ്യൂസസ് വിത്ത് ദി പോളാർ ന്യൂക്ലിയൈ ടു ഫോം എ ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ആയി മാറുന്നു. അങ്ങനെ രണ്ടാമത്തെ മെയിൻ ഗമേറ്റ് ഈ പോളാർ ന്യൂക്ലിയയുമായിട്ട് ചേർന്ന് എന്തുണ്ടാകുന്നു? ഒരു ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ആ ഒരു പ്രോസസ്സിനെ ആണ് എന്തെന്ന് പറയുക? ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിക്കുക. സോ ദാറ്റ് ഈസ് കാൾഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ സിംഗമി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുവെന്നും പിന്നീട് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുവെന്നും. ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് സിംഗമി, ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. രണ്ടാമത്തത് ട്രിപ്പിൾ ഫ്യൂഷൻ, ഫോർമേഷൻ ഓഫ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അങ്ങനെ രണ്ട് പ്രോസസ്സുകൾ അവിടെ നടക്കുന്നു. ഇനി മൂന്നാമതൊരു ടേം നമ്മൾ പഠിക്കേണ്ടുന്നത് എന്താണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇവിടെ രണ്ട് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിംഗമി എന്ന് പറയുന്ന പ്രോസസ്സും ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സും മിക്കവാറും എല്ലാ ആൻജിയോസ്പേം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സിൽ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ടുഗദർ കാൾഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ടുഗദർ കാൾഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ during the fertilization, out of the two male gametes, one of the male gametes fuses with the egg to form a zygote, and the process is called the syngamy. And the second male gamete fuses with the polar nuclei to form a triploid primary endosperm nucleus, and which is called a triple fusion. And so this syngamy and triple fusion together called a double fertilization. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംഗമി എന്ന് പറയുന്ന പ്രോസസ്സും അതുപോലെ തന്നെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സും ഒരുമിച്ച് പറയുന്ന പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന്. സോ അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ഈ സിംഗമിയുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന വസ്തു അല്ലെങ്കിൽ എന്താണ് വാട്ട് ഹാപ്പൻ ടു ദി എന്താണ് വാട്ട് ഈസ് ദി സ്ട്രക്ചർ വിച്ച് ഈസ് ഫോംഡ് ഡ്യൂറിംഗ് സിംഗമി എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഫലമായിട്ട് എന്ത് ആണ് അവിടെ ഉണ്ടാകുന്നത്? സൈഗോട്ട് ആണ് ഫോം ചെയ്യുന്നത്. സൈഗോട്ട്. ഈ സൈഗോട്ട് എന്ന് പറയുന്ന ആ ഒരു സെല്ല്, ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആ സെല്ല്, അതിനെന്ത് സംഭവിക്കും? ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് ദിസ് സൈഗോട്ട്, ആ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സൈഗോട്ട് അണ്ടർഗോ സക്സസീവ് മൈറ്റോട്ടിക് ഡിവിഷൻ. സൈഗോട്ടിന് മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ സംഭവിക്കുന്നു.
തുടർച്ചയായിട്ടുള്ള മൈറ്റോസിസ് അതിനകത്ത് സംഭവിക്കുകയും അതിന്റെ ഫലമായിട്ട് എംബ്രിയോ എന്ന് പറയുന്ന സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. എംബ്രിയോ ജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുക. അപ്പോൾ ആഫ്റ്റർ സിംഗമി, ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് സൈഗോട്ട് undergoes successive mitotic division to form an embryo, and that process is called embryogeny. അതിനെയാണ് എംബ്രിയോജനി എന്ന് പറയുന്നത്. എംബ്രിയോജനി or the formation of embryo. അങ്ങനെ ഒരു എംബ്രിയോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ഓഫ് എംബ്രിയോ, സ്ട്രക്ചർ ഓഫ് എ ഡൈക്കോട്ട് എംബ്രിയോ, ഒരു ഡൈക്കോട്ട് എംബ്രിയോയുടെ ഘടന എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ഒരു ഡൈക്കോട്ട് എംബ്രിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. ഒരു എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. പിന്നെ രണ്ട് കോട്ടിലിഡൻസ് ഉണ്ടായിരിക്കും. ഒരു എംബ്രിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു എംബ്രിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്ന ഭാഗത്തെ എംബ്രിയോണൽ ആക്സിസ് എന്ന് വിളിക്കാം. ഈ ഒരു സ്ട്രക്ചറിനെ എംബ്രിയോണൽ ആക്സിസ് എന്ന് വിളിക്കാം. ആ എംബ്രിയോണൽ ആക്സിസിൽ ഇത് കോട്ടിലിഡൻസ് ആണ്. ദീസ് ആർ ദി കോട്ടിലിഡൻസ്. കോട്ടിലിഡൻസ് എന്ന് പറയുന്ന രണ്ട് കോട്ടിലിഡൻസ് ആണ് ഈ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ കോട്ടിലിഡൻസ് അറ്റാച്ച് ചെയ്യുന്നതിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ ഹൈപ്പോകോട്ടൈൽ എന്ന് വിളിക്കാം. ഹൈപ്പോകോട്ടൈൽ. ഈ എംബ്രിയോണൽ ആക്സിസില് കോട്ടിലിഡൻസ് അറ്റാച്ച് ചെയ്യുന്നതിന് തൊട്ട് മുകളിലുള്ള ഭാഗത്തെ എപ്പികോട്ടൈൽ എന്ന് വിളിക്കാം. ഇനി ഈ റീജിയൻ, that is the tip of the embryonal axis, tip of the embryonal axis എന്ന് പറയുന്നതിനെ പ്ലൂമ്യൂൾ എന്നാണ് വിളിക്കുക. പ്ലൂമ്യൂൾ. ഇനി എംബ്രിയോണൽ ആക്സിസിന്റെ ബേസിനെ നമുക്ക് ഈ റീജിയനെ നമ്മൾ റാഡിക്കിൾ എന്ന് വിളിക്കും. റാഡിക്കിൾ. ഇവിടെ ഒരു റൂട്ട് ക്യാപ്പ് റീജിയൻ ഉണ്ടായിരിക്കും. റൂട്ട് ക്യാപ്പ് റീജിയൻ. അപ്പോൾ നമ്മളൊരു ടിപ്പിക്കൽ ഡൈക്കോട്ട് എംബ്രിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും ഒരു എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. ആ എംബ്രിയോണൽ ആക്സിസിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് റാഡിക്കിൾ എന്ന് പറയുന്ന ഭാഗം, ഒന്ന് പ്ലൂമ്യൂൾ എന്ന് പറയുന്ന ഭാഗം. റാഡിക്കിൾ എന്ന് പറയുന്ന ഭാഗമാണ് പിൽക്കാലത്ത് റൂട്ട് സിസ്റ്റമായിട്ട് മാറുന്നത്. എംബ്രിയോയിൽ റാഡിക്കിൾ എന്ന് പറയുന്ന ഭാഗം പിൽക്കാലത്ത് എന്തായിട്ട് മാറും? റൂട്ട് സിസ്റ്റമായിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടെ പ്ലൂമ്യൂൾ എന്ന് പറയുന്ന ഭാഗം ആണ് പിൽക്കാലത്ത് ഷൂട്ട് സിസ്റ്റം ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ പ്ലൂമ്യൂൾ എന്ന് പറയുന്ന ഭാഗത്തിന് തൊട്ടു താഴെയായിട്ട്, അതായത് ഇവിടെ കോട്ടിലിഡൻസ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗത്തിന് ജസ്റ്റ് അബോവ് ആയിട്ട് ആ റീജിയൻ പറയുന്ന പേരാണ് എപ്പികോട്ടൈൽ റീജിയൻ. So that is the epicotyl region. That is the region where these two cotyledons are attached. That is seen above, just above the region. That region is called the epicotyl region. And the region below the cotyledons, the embryonal axis, that region is called the hypocotyl region. അപ്പോൾ hypocotyl region, epicotyl region. അതുപോലെ തന്നെ plumule is the tip of the embryonal axis. ആ എംബ്രിയോണൽ ആക്സിസിന്റെ ടിപ്പിനെ പ്ലൂമ്യൂൾ എന്ന് വിളിക്കുന്നു. അതിന്റെ ബേസിനെ റാഡിക്കിൾ എന്ന് വിളിക്കുന്നു.
അതുകൂടാതെ റാഡിക്കിളിന്റെ ബേസിൽ അതിന്റെ ചുവട്ടിലായിട്ട് ഒരു റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്ന ഭാഗം കൂടി ഉണ്ടായിരിക്കും. റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് റീജിയൻ, റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു റൂട്ട് ക്യാപ്പ് റീജിയൻ കൂടി ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഒരു എംബ്രിയോയുടെ അതായത് ഡൈക്കോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടുന്ന ഡിഫറെന്റ് ടേംസ് എന്തെല്ലാമാണ്? എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. ആ എംബ്രിയോണൽ ആക്സിസിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങൾ, അതായത് പിൽക്കാലത്ത് ഷൂട്ട് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആ ഒരു റീജിയൻ ആണ് പ്ലൂമ്യൂൾ എന്ന് വിളിക്കുന്നത്. ആ പ്ലൂമ്യൂളിന്റെ ജസ്റ്റ് താഴെയായിട്ട് ബിലോ ടു ദി പ്ലൂമ്യൂൾ ദർ ഈസ് എ റീജിയൻ വിച്ച് ഈസ് കോൾഡ് എപ്പികോട്ടൈൽ റീജിയൻ. അതുപോലെ തന്നെ റാഡിക്കിൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് എംബ്രിയോണൽ ആക്സിസിന്റെ ബേസിലായിട്ട് വരുന്ന ഭാഗമാണ് റാഡിക്കിൾ. ആ ഭാഗമാണ് പിൽക്കാലത്ത് റൂട്ട് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പോകോട്ടൈൽ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ടായിരിക്കും. ഹൈപ്പോകോട്ടൈൽ റീജിയൻ എന്ന് വെച്ചാൽ കോട്ടിലിഡൻസ് എവിടെയാണോ എംബ്രിയോണൽ ആക്സിസിൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നത് അതിന് തൊട്ട് താഴെയുള്ള ഭാഗം ഹൈപ്പോകോട്ടൈലും അതിന് തൊട്ട് മുകളിലുള്ള ഭാഗം ആണ് എപ്പികോട്ടൈൽ. അങ്ങനെ രണ്ട് ഭാഗങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. പിന്നെ രണ്ട് കോട്ടിലിഡൻസ്, ഡൈക്കോട്ട് പ്ലാന്റ് ആയതുകൊണ്ട് അതിനകത്ത് രണ്ട് കോട്ടിലിഡൻസ് ഉണ്ടായിരിക്കും. എന്താണ് ഈ കോട്ടിലിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോട്ടിലിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് ആ ഒരു പ്ലാന്റിൽ ഉള്ള അതിന്റെ ലീഫുകളാണ് കോട്ടിലിഡൻസ്. They are the first formed leaves in the life of a plant എന്ന് നമുക്ക് പറയാം. The first formed leaves in the life of a plant എന്ന് നമുക്ക് പറയാം. Cotyledons, അങ്ങനെ cotyledons എന്ന് പറയുന്ന structure. So that is the structure of the dicot embryo. Now let us learn the structure of the monocot embryo. അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയുടെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഒരു മോണോകോട്ട് എംബ്രിയോയുടെ ഘടന എങ്ങനെയാണ് എന്ന് പഠിക്കാം. ഒരു മോണോകോട്ട് എംബ്രിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ പ്ലൂമ്യൂള്, റാഡിക്കിള് തുടങ്ങിയുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അത് കൂടാതെ അതിനകത്ത് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ടായിരിക്കും. പ്ലൂമ്യൂൾ എന്ന് പറയുന്ന ഭാഗം, റാഡിക്കിൾ എന്ന് പറയുന്ന ഭാഗം, അത് കൂടാതെ കോളിയോപ്റ്റൈൽ എന്ന് പറയുന്ന ഒരു കവറിങ്, കോളിയോറൈസ എന്ന് പറയുന്ന ഒരു കവറിങ് റാഡിക്കിൾ ഉണ്ടായിരിക്കും. അതുകൂടാതെ there is a single cotyledon, ഒരൊറ്റ കോട്ടിലിഡൻ മാത്രമേ കാണുള്ളൂ. മോണോകോട്ടിനകത്ത് ഒരൊറ്റ കോട്ടിലിഡൻ മാത്രമേ കാണുള്ളൂ. അതിനെ സ്ക്യൂട്ടല്ലം എന്നാണ് വിളിക്കുക. സ്ക്യൂട്ടല്ലം. അപ്പോൾ മോണോകോട്ട് പ്ലാന്റ് ആണ്. ആ മോണോകോട്ട് പ്ലാന്റിന്റെ എംബ്രിയോ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, മോണോകോട്ട് എന്ന് പറയാൻ കാരണം അതിനകത്ത് ഒരൊറ്റ കോട്ടിലിഡൻ മാത്രമാണുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ മോണോകോട്ട് എന്ന് പറയാനുള്ള കാരണം തന്നെ ഏതാണ്? അപ്പൊ അതിനകത്ത് സ്ക്യൂട്ടല്ലം എന്ന് പറയുന്ന ഒരൊറ്റ കോട്ടിലിഡൻ മാത്രമാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു കോട്ടിലിഡൻ ഉണ്ട്. അത് കൂടാതെ പ്ലൂമ്യൂൾ എന്ന് പറയുന്ന ഭാഗം, പ്ലൂമ്യൂൾ എന്ന് പറയുന്ന ഭാഗമാണ് പിൽക്കാലത്ത് വളർന്ന് ഷൂട്ട് സിസ്റ്റമായിട്ട് തീരുന്നത്. റാഡിക്കിൾ എന്ന് പറയുന്ന ഭാഗമാണ് പിൽക്കാലത്ത് വളർന്ന് റൂട്ട് സിസ്റ്റമായിട്ട് തീരുന്നത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രണ്ട് കവറിങ് കൂടി ഉണ്ടായിരിക്കും. ആ പ്രൊട്ടക്റ്റീവ് കവറിങ് എന്ന് പറയുന്നതിനെയാണ് കോളിയോപ്റ്റൈൽ എന്നും കോളിയോറൈസ എന്നും പറയുന്നത്. അപ്പോൾ കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദി പ്ലൂമ്യൂൾ ആൻഡ് കോളിയോറൈസ ഈസ് ദി പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദി റാഡിക്കിൾ. അപ്പോൾ റാഡിക്കിൾ എന്ന് പറയുന്ന ആ റൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യുവാൻ സാധ്യതയുള്ള ആ ഒരു ഭാഗത്തെ കവർ ചെയ്യുന്ന കോളിയോറൈസ എന്ന് പറയുന്നൊരു കവറിംഗ് ഉണ്ട്. പ്ലൂമ്യൂൾ എന്ന് പറയുന്ന പിൽക്കാലത്ത് ഷൂട്ട് സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആ ഒരു പോർഷനെ കവർ ചെയ്യുന്ന കോളിയോപ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട്. അത് കൂടാതെ സ്ക്യൂട്ടല്ലം എന്ന് പറയുന്ന എന്തുണ്ട്,
ഒരു സിംഗിൾ കോട്ടിലിഡൻ കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ടിപ്പിക്കൽ മോണോകോട്ട് എംബ്രിയോ. ഒരു മോണോകോട്ട് എംബ്രിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഘടന എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ഒരു മോണോകോട്ട് സീഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു മോണോകോട്ട് സീഡ് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു റൈസ് സീഡ് നമ്മൾ എടുക്കുകയാണ്, റൈസ് അല്ലെങ്കിൽ വീറ്റിന്റെയൊക്കെ സീഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ പറയുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ഈ പറയുന്ന ഒരു സ്ട്രക്ചർ ഒക്കെ ഇവിടെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇവിടെ എൻഡോസ്പേം എന്ന് പറയുന്ന ഒരു ന്യൂട്രിറ്റീവ് ലെയറും ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഇവിടെയും കാണാൻ കഴിയും. സോ ദിസ് ഈസ് എൻഡോസ്പേം ടിഷ്യൂ, ഇറ്റ് ഈസ് എ ന്യൂട്രിറ്റീവ് ടിഷ്യൂ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചർ ഓഫ് ദി ഡൈക്കോട്ട് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി മോണോകോട്ട് എംബ്രിയോയെ കുറിച്ച് നമുക്ക് പഠിക്കാം.